ഹായ് നമസ്കാരം, എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അതിനകത്തോട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ അളവിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, അതിന് പകരം ഓയിലാണ്, എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ മസാലകളെല്ലാം ഈ ഉരുളക്കിഴങ്ങിലോട്ടൊന്ന് പിടിച്ച് കിട്ടണം. അത്രയും സമയം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഗ്യാസിലോട്ടാക്കി കൊടുക്കാം. ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, എണ്ണയെല്ലാം നന്നായിട്ട് ഹീറ്റായിട്ട് വന്ന് നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എത്രമാത്രം നിങ്ങൾക്കിത് മൂത്ത് കിട്ടണം അത്രയും സമയം നമുക്ക് ഇത് എടുക്കണം കേട്ടോ. ഞാൻ ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഒന്ന് വെന്ത് കിട്ടണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി ഇതുപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൊട്ടറ്റോ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ടേസ്റ്റായിട്ടോ ഇങ്ങനെ തയ്യാറാക്കിയെടുത്താൽ. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിത് ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്